ചൂട് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് അന്നത്തെ പരിപാടി അങ്ങ് തുടങ്ങിയേക്കാം. കടുങ്കാപ്പി ആയല്ലേ? കടുങ്കാപ്പി വെച്ചേക്കാം. രാവിലത്തെ പരിപാടികൾ തുടങ്ങിയേക്കാം. പരിപാടി ഇന്നത്തെ കലാപരിപാടി അപ്പം ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ പോവാ. അപ്പത്തിന്റെ മാവ് ഈയിടെ ജസ്റ്റ് മിസ്സായിരുന്നല്ലോ. ഇത് കൊള്ളാം. കുറച്ച് നേരം ചാടിപ്പോയനെ. ഇത് കറക്റ്റ് ഇങ്ങനെ ഇത്രയായിട്ട് വന്ന് നിൽക്കാനായിട്ട് എന്നാ ചെയ്യുന്നത്? ഒന്നും ചെയ്തതല്ല, ഇപ്പം തുറന്നില്ലായിരുന്ന ചാടിപ്പോയാനായിരുന്നു. ഇപ്പൊ തുറന്നു കണ്ട് അവിടെ വരെ ഒന്ന് നിന്നു. അത് കൊള്ളാലോ. ഇളക്കി കഴിഞ്ഞപ്പോ നേരെ പകുതിയായല്ലേ? ഇത് ചാടിപ്പോയാലുവേ ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിട്ടാ ചെരുവത്തിൽ ഇറക്കി വെക്കുന്നത്. അടുത്ത പാത്രത്തിൽ വീഴണം. നീ ചിക്കൻ സ്റ്റൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓർത്ത് ഈ കുക്കറിനകത്ത് ചിക്കൻ ആയിരിക്കും ഇരിക്കുന്നത്. എന്തോ സംഭവം? ഇത് ചെറുപയറല്ലേ? നമുക്ക് ചെറുപയർ സ്റ്റൂ ആക്കിയാലോ? ഇത് ഉച്ചക്കത്തേക്കല്ലേ? ഉച്ചക്കത്തേക്കുള്ള ചെറുപയർ തോരൻ വെക്കാൻ. ചെറുപയർ നല്ല അടിപൊളി സാധനം. ഇത് തന്നെ നിങ്ങൾ ചിക്കൻ സ്റ്റൂ തന്നെയാണോ ഉണ്ടാക്കുന്നത്? ഇതെല്ലാം പച്ചക്കറി എല്ലാം കൂടെ അരിഞ്ഞു വെച്ചേക്കുന്നേ? പിന്നെ സ്റ്റൂവിന് ഇത് ഈ സാധനങ്ങളെല്ലാം വേണം. ഉരുളക്കിഴങ്ങ്, സബോള, ക്യാരറ്റ്, പച്ചമുളക്, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഇതിനകത്ത് 2 പീസ് ചിക്കനും ഇട്ടിട്ട് നമ്മളെ സ്റ്റൂ ആന്ന് പറഞ്ഞ് പറ്റിക്കാനുള്ള പരിപാടിയല്ലേ? അത് ശരി. എന്നാ ചിക്കൻ തന്നെ തരാം. ആണോ? അരിഞ്ഞിടാനാണോ ഈ ഇത് വഴുതനങ്ങയും കൂടെ വെച്ചേക്കുന്നേ? ഇത് വിത്തിനെടുത്ത് വെച്ചതാ. ആണോ? ഇതിനി ഇത് കീറി അരിഞ്ഞ് അല്ല ഇത് കീറി എടുത്തിട്ടേ ഇതിനകത്ത് ഈ അരി എടുത്ത് കഴുകി ഉണങ്ങി വെക്കണം. അങ്ങനെയാണ് സംഭവം സെറ്റ് ചെയ്തെടുക്കുന്നത് അല്ലേ? ഇത് ഉണങ്ങി വെച്ചാൽ ഇനി പാകേണ്ട സമയമാകുമ്പോ അരി എടുത്ത് പാകി കിളിപ്പിക്കണം. ഞാനോർത്ത് ഇനി ഇതും കൂടെ സ്റ്റൂവിനകത്ത് ഇടാനായിട്ട് എടുത്ത് വെച്ചാണ്. സ്റ്റൂവിനുള്ള സാധനങ്ങളെല്ലാം പെറുക്കിയെടുക്കാം. ഗ്രാമ്പൂ ഇത് ഇടയ്ക്കിടയ്ക്ക് അതിനകത്ത് കിടന്ന് നമ്മൾ കടിക്കുമ്പോൾ കിട്ടുന്ന സാധനം കേട്ടോ. അതന്നെ 2 ഗ്രാമ്പൂ മതി. അല്ലെങ്കിലേ കുഞ്ഞിക്ക് ഈ സാധനം ഒന്നും കടിക്കുന്ന ഇഷ്ടമല്ല. കുരുമുളക് 2 അല്ല, അത് 5 എണ്ണം ഉണ്ട്. അതെന്നാന്നോ കുരുമുളക് പൊടിയും കൂടി ഇടും നമ്മൾ ലാസ്റ്റ്. അതുകൊണ്ട് മതി. പെരുംജീരകം, പിന്നെ 2-3 ഏലക്കാടെ അരിയും കൂടെ എടുക്കുക. ഏലക്കാടെ അരി അവിടെ കുറച്ച് ചെറുതായിട്ട് ചതച്ചതുണ്ട്, അത് മതിയായിരുന്നല്ലേ? അത്ര ഒരെണ്ണം മതി. ഇത് കണ്ടോ, നമ്മുടെ കുങ്കുമപ്പൂ. അതിടണ്ട, ഇടാനല്ല. പിന്നെ മറ്റേ നമ്മുടെ സംഭവം എവിടെയോ ഇതിന്റെ അടിയിൽ എവിടെയോ ഉണ്ടായിരുന്നല്ലോ, കറുവപ്പട്ട. ഇത് പിന്നെ നമ്മുടെ സ്റ്റാറിന്റെ 5-6 പീസ് ഈ കറുവപ്പട്ട ഉണ്ടായിരുന്നല്ലേ? എന്നാലും നമ്മളെ പറമ്പിൽ നിന്ന് ചെത്തിക്കൊണ്ട് വന്നതുണ്ടായിരുന്നു. ഇവിടുത്തെ കാലാവസ്ഥ ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുകയില്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ഇത്രയും നാളും മഴയായിരുന്നു. ഇടയ്ക്കൊരു കുറച്ച് തെളിഞ്ഞതേ ഉള്ളൂ. പിന്നെ വീണ്ടും ഇതേ മഴയായി. ഇത് വീണ്ടും ഏതോ ന്യൂനമർദ്ദം എന്തോ കയറിയിട്ട് മഴ തകർക്കാനുള്ള പരിപാടിയാണ്. ഇതന്നെ ഈ രാവിലെ വന്ന് കുത്തിയിരുന്ന് തയ്ക്കുന്നേ? അത് പോപ്പിയുടെ യൂണിഫോം പാൻറ്റേ ശകലം ഇറക്കം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രി 12 മണിയായപ്പോൾ എന്നോട് ചോദിക്കുക യൂണിഫോം പാൻറ്റിൻ്റെ ഇറക്കം കുറച്ച് തരാമോന്ന്. ഒന്ന് കുറച്ചതായിരുന്നു, അത് കുറച്ചപ്പോൾ അത്രയും വേണ്ട, കുറച്ചുകൂടെ കുറച്ച് മതിയെന്ന്. അങ്ങനെ രാത്രി ഇരുന്ന് അഴിച്ചു വെച്ചതാ. സ്റ്റൂ ഉണ്ടാക്കുവാൻ തോന്നുന്നു. കുഞ്ഞ് എഴുന്നേറ്റ് വാ. ഗുഡ് മോർണിംഗ് കുഞ്ഞി. ഗുഡ് മോർണിംഗ്. എഴുന്നേറ്റ് വാ. എങ്ങനെ കിടന്നാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കട്ടിലിന് ക്രോസേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ചെറുപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പം അടുപ്പയിൽ അപ്പവും സ്റ്റൂവും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതന്നെ പാലപ്പമാണോ? പാലപ്പം. അടിപൊളി പാലപ്പം. ചേട്ടാച്ചനെ പറ്റിക്കുവാ അല്ലേ? സ്റ്റൂ കൊടുക്കാതെ കടലക്കറി കൊടുത്തു വിടുക. ചേട്ടാച്ചന് നേരത്തെ പോകണ്ടേ? അപ്പൊ സ്റ്റൂ ആയില്ല, ആയി വരുന്നേ ഉള്ളൂ. അപ്പൊ കടലക്കറി ഉണ്ട്, അത് കൂട്ടി കഴിച്ചിട്ട് പോട്ടെ. ചോറും എടുത്തു വെച്ചോ? ചോറെടുത്താണ്ട് പൊതിഞ്ഞു വെച്ചു. ഇതെനിക്കുള്ളതാണോ? അത് കുഞ്ഞിക്കുള്ള ചോറ്. എന്തൊക്കെയാണ് വെക്കുന്നത്? ചെറുപയർ തോരന്,
ചമ്മന്തിപ്പൊടി. അച്ചാർ വെക്കണോ? അച്ചാറ് വേണ്ട, വേണ്ടേ? ഇത് മതി മതി. മതിയോ? കുഞ്ഞിയുടെ തുവാല എന്തി പൊതിയുന്നേ? ആ, അവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ സ്റ്റൂവിൻ്റെ എല്ലാ സംഭവങ്ങളും വെന്തിട്ടുണ്ട്. പച്ചക്കറി എല്ലാം വെന്തിട്ട് നമുക്ക് ചിക്കൻ ചെറുതായിട്ട് ചിക്കൻ വേവിച്ചത് അതിൻ്റെ കൂടെ തന്നെ പച്ചക്കറിയുടെ കൂടെ. അപ്പം നമുക്ക് അതും കൂടെ ചെറിയ പീസാക്കിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു. കുരുമുളക് പൊടി ഇടണ്ടേ? കുരുമുളക് പൊടിയും ഇടണം. എണ്ണ മൂത്തുകൊണ്ടിരിക്കുന്നു. കറി അവിടെ വെച്ചേക്കുന്നു. ഇതും കൂടെ ഇതിനെ തൊട്ടൊടിച്ചു. ഉയ്യോ, എന്നാ ഒഴിയ ഒഴിച്ച് ഇപ്പൊ പൊട്ടിത്തെറിച്ചേനെ. ഇങ്ങനെയാ ചൂട് ഒഴിക്കുമ്പോൾ നമ്മുടെ സ്റ്റൂ റെഡിയായി. റെഡി. കുഞ്ഞിപ്പോൾ കഴിക്കുന്നുണ്ടോ? ഇല്ല, എനിക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ മതി. ഞാൻ എഴുന്നേറ്റോണ്ടിരിക്കുവോ, കുറച്ചുകൂടെ കഴിയട്ടെ. എന്നാൽ പോയി കുളിക്കേ. കുറേ കൂടെ കഴിഞ്ഞിട്ട് വിളിക്കാം. രാവിലെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി, അവളും പോയി. ഇനി നമുക്ക് പറമ്പ് വരെ പോയാലോ? ഞാൻ പോകുന്നുണ്ടോ? എനിക്ക് ഞാനും വരുന്നുണ്ട്. എന്നാ വാ. എനിക്ക് ഇച്ചിരി എണ്ണ കാച്ചാനുള്ള ഇച്ചിരി മരുന്ന് പറിക്കാനുണ്ട്, കാന്താരി പറിക്കാനുണ്ട്. കുറേ ദിവസമായി പറമ്പിൽ പോയിട്ട്. പറമ്പ് കണ്ടിട്ട് കുറേ ദിവസമായി. പോണം. അതിൻ്റെ കൂടെ ആ ഇത് കുരുമുളക് ഏലക്കായി എടുത്ത് വെച്ചിരിക്കുന്നത് അങ്ങോട്ട് പോകുന്ന വഴി അങ്ങ് അയച്ചാലോ? എടുത്തോ, പോയേക്കാം. അയ്യോ, നമ്മുടെ വാഴക്കല്ല് പറഞ്ഞ ഒടിഞ്ഞു പോയല്ലോടാ. അത് പോയി. അതേ ചെറിയ കേടും ഉണ്ടായിരുന്നു. ആ കേടാ, ഇത് പിണ്ടിപ്പുഴുവാ. പിണ്ടി മുഴുവൻ പുഴു തുളച്ചു വെച്ചിരിക്കുക. പകുതി മുക്കാലും വിളവായില്ല, പകുതി വിളവ് കഴിഞ്ഞതേ ഉള്ളൂ. അത് ഏത്തവാഴയ്ക്ക് ഒരു മെയിൻ പ്രശ്നം ഇതാ. നമ്മൾ എന്നാ നോക്കിയാലും മരുന്നടിക്കാതാണെങ്കിൽ ഇത് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. മരുന്നൊന്നും അടിച്ചില്ലല്ലോ. അന്നേരം കുറച്ച് തുരിശ് തേച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വെച്ചേക്കുന്നതിനെല്ലാം തേച്ചു വിടാം. ഈ ഏത്തവാഴയ്ക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ പ്രശ്നം വരുന്നതേ. ഈ റോബസ്റ്റാ കൊലയില്ല, റോബസ്റ്റായ ഞാലിപ്പൂവിനൊന്നും അങ്ങനെ ഒരു കേടൊന്നും വരതേയില്ല. കണ്ടിട്ടില്ല ഇതുവരെ. വലിയധികം പിണ്ടിപ്പുഴുവൊന്നും അതിന് വരികയല്ല, പക്ഷെ ഏത്തവാഴയ്ക്ക് കൂടുതലാണ്. ഏത്തവാഴയ്ക്ക് കൂടുതലാണ്. അതുകൊണ്ട് പറമ്പിൽ വന്നിട്ട് താഴോട്ടിറങ്ങി പോകുന്നുണ്ടോ? പിന്നെ താഴോട്ടിറങ്ങി പോകണം. എത്ര ദിവസമായി പറമ്പിന് മുഴുവൻ കണ്ടിട്ട്. എന്നാൽ പിന്നെ പോയേക്കമ്പാ. പോയി കായൊക്കെ ആയി വരുന്നുണ്ട്. കുറച്ചൊക്കെ മൂത്തിട്ടുണ്ട്, അതൊക്കെ എടുക്കണം. ഇതിലൊക്കെ തപ്പി എടുത്താല് തപ്പി എടുക്കാനുള്ള ഉണ്ട്. 10 കിലോ കിട്ടുമായിരിക്കും. 7 കിലോ ഒക്കെ ഉണ്ട് അല്ലേ? നോക്കാം. ആദ്യം എടുക്കുമല്ലേ? ആദ്യത്തെ എടുപ്പാ വരുന്നത്. അന്നേരം 12 മാസം ആയതല്ലേ ഉള്ളൂ ചെടി. അപ്പോൾ കറക്റ്റ് 1 വർഷം ആയതേ ഉള്ളൂ. താഴെയൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. താഴെ വരെ പോകാം. ഇത് കണ്ടോ, വേറെ ഏത്തവാഴ കുലച്ച് നിൽക്കുന്നുണ്ടോ? ഏത്ത കൊലച്ചിട്ടുണ്ട്, പക്ഷെ ഇതിന് പിണ്ടിപ്പുഴുവിന്റെ ആരംഭം ഉണ്ട് കേട്ടോ. ആണോ? ഇതല്ലേ ഇച്ചിരി ഇത് കണ്ടോ, ഉണ്ടല്ലേ? ഇച്ചിരി തുരിശും കുമ്മായം മേടിച്ചോണ്ട് എന്നിട്ട് 5-6 പോളെ ഇങ്ങനെ അങ്ങ് പൊളിക്കണം. പുഴുവുണ്ട്. ഉണ്ടോ? ഇതെന്തില്ലേ ഇതിനകത്തൂടെ ഒരു കാര്യം ചെയ്യാം, തുരിശും കുമ്മായം കൂടെ വാങ്ങിച്ച് അങ്ങോട്ട് തേക്കാല്ലേ. കുമ്മായം ഇല്ലേലും കുഴപ്പമില്ല, തുരിശ് തന്നെ കലക്കിയാലും മതിയോ? കാന്താരിയേ നല്ലപോലെ തളുത്തൊക്കെയാ നിൽക്കുന്നത്. ഈ ഏലത്തിന്റെ ഇടയായിട്ട് ഏലത്തിനേക്കായി പൊങ്ങിയാലേ നന്നായിട്ട് കായും. വെട്ടം അടിക്കണം നല്ലപോലെ. ഇപ്പൊ പൂവുണ്ട്. ആയി വരട്ടെ. താഴത്തെ ഒരെണ്ണമുണ്ട്, അതേലും കൂടെ ഉണ്ടെങ്കിൽ പറിക്കാം. ഇതേൽ കുറച്ച് പഴുത്ത മുളകുണ്ട് കേട്ടോ. പഴുത്തതും പച്ചയൊക്കെ ആയിട്ട് കുറച്ച് കുറേയുണ്ട്. ഇതേൽ കുറേയുണ്ട്, അത് പറിക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ അജിൻ ബ്രോയുടെ ഫാം സ്റ്റേയുടെ പരിപാടികളെല്ലാം നടക്കുന്ന സ്ഥലത്തെത്തി കേട്ടോ. നമ്മുടെ ഫാമിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ്. നല്ല അടിപൊളി പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 5 സ്റ്റേ ഉണ്ട്. അത് നല്ല രീതിയിൽ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം തുടങ്ങി വെച്ചു. മഴയൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അത്യാവശ്യം ഏലം, കുരുമുളക്, മറ്റ് സ്പൈസസ് എല്ലാം ഉണ്ട്. നല്ല രസമാണ്, നല്ല ഏരിയയുമാണ്. ഒന്ന് താമസിക്കാൻ പറ്റുന്ന സൗകര്യം. നമ്മുടെ ഫാമിനോട് തൊട്ട് ചേർന്നുള്ള ശശിചേട്ടൻ്റെ വീടാണ് കേട്ടോ. ഇവിടെ 2-3 പേരൊക്കെ ഉണ്ട്. നമ്മളൊരു പൂച്ചക്കുഞ്ഞുണ്ട്. പിന്നെ അത്യാവശ്യം കൃഷിയുണ്ട്, ഇഷ്ടംപോലെ കൃഷികളുണ്ട്. പശു, നല്ലൊരു പശുക്കിടാവ്, 2 നാടൻ പശുക്കൾ,
നമുക്ക് 2 ആടുണ്ട്, ഇഷ്ടംപോലെ കൃഷികളുണ്ട് ഇവിടെ. പുള്ളി ഒരു നല്ലൊരു കർഷകനാണ്. ഇഷ്ടംപോലെ ചെടികളുണ്ട്. പിള്ളേരൊക്കെ നല്ല ചെടിയൊക്കെ നട്ട് വളർത്തി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. എല്ലാവരും നമ്മുടെ നാടൻ ഗ്രാമീണ ശൈലിയിലുള്ള ഒരു ജീവിതം. ചെടികളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു തന്നെ വെറൈറ്റി പല പല ചെടികളുണ്ട്, പല കളറിലുള്ളത്. നല്ല രസമാണ്, ഒരു തനി നാടൻ ജീവിതം. ഇത് കണ്ടോ, ഇത് കപ്പ നട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് കയറി വരുന്നൊരു മൺവഴിയാണ്, നല്ല രസമാണ് കാണാൻ, വീട്ടിലേക്ക് വരുന്ന മെയിൻ റോഡിൽ നിന്ന്. പിന്നെ 2 സൈഡിലും ഇഞ്ചി നട്ടു വെച്ച്, ഇഞ്ചി കണ്ടമെല്ലാം നട്ട് ഇഞ്ചിയെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അത്യാവശ്യം വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. നല്ലൊരു കർഷകനാണ് നമ്മുടെ ശശിയേട്ടൻ. അദ്ദേഹത്തിൻ്റെ മകനാണ് ബിജു. പുള്ളി ഇതേ അവിടുന്ന് പതുക്കെ പുല്ലും കെട്ടുമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? തോട്ടത്തിലും പോയി അയലോക്കത്തിലെ വീട്ടിലൊക്കെ പോയിട്ട് എന്തെങ്കിലും കിട്ടിയോ? എല്ലാം കിട്ടിയെന്ന് ചോദിച്ചാൽ ഇച്ചിരി കാന്താരി ഉണ്ടായിരുന്നു പറിക്കാൻ. ഇനി ഇച്ചിരി കയ്യന്യം എടുത്തു, 2-3 കയ്യന്യത്തിൻ്റെ തൈ എടുത്തു. നിങ്ങളുടെ കുഴിച്ച് നോക്കണം. ഇനി എണ്ണ കാച്ചാൻ ഇച്ചിരി കരിയേപ്പിലയും കൂടെ ഇവിടെ നിന്നും തപ്പി. കയറ്റം കയറി നോക്കിയിട്ട് വല്ല കുഴപ്പമുണ്ടോ? വലിവ് മടിപ്പൊന്നും ഇല്ലല്ലോ? വലിയ വലിവൊന്നുമില്ല. എന്നത് തന്നെയല്ലേ പണിയ്. അതാ പറഞ്ഞേ. ഇപ്പം ഇങ്ങോട്ട് വന്നിട്ട് ഒത്തിരി ദിവസം ആയാലും അവിടെ ഇന്നലെയും കുറേ വിറകൊക്കെ പെറുക്കിയിട്ട് പറഞ്ഞില്ല. ഇനിയിപ്പോൾ മേളിലോട്ടൊന്ന് പോവാം അല്ലേ? മേളിലോട്ടൊന്ന് പോവാം. ഇതവിടെ വെച്ചേച്ച് പോയാലോ? ഇത് വേണമെങ്കിൽ അങ്ങോട്ട് വെച്ചിട്ടങ്ങ് പോവാം. പണ്ട് നമ്മുടെ നാട്ടിലേ ഇഷ്ടം പോലെ ബോൾസ് ഇല്ലായിരുന്നു. ഇപ്പം നാട്ടിലോട്ട് അങ്ങനെ വലിയ കാര്യമായിട്ടില്ല. ഇതുകൊണ്ട് ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ ഇരിക്കുന്നത്. എത്ര കളറാന്ന് നോക്കി. പല പല കളറായതുണ്ട്. ഇതൊരു കളറ്, ഇത് റോസ്. ഇങ്ങോട്ട് മാറി ഇത് വരുമ്പോഴത്തേക്കിന് ഇത് വയലറ്റ്. നല്ല പല പല കളറിലാണ് നിൽക്കുന്നത്. റോസ് കട്ടി കൂടിയതും കുറഞ്ഞതും ഉണ്ട്. വീടിൻ്റെ മുറ്റത്തോട്ട് നോക്കി, അടിപൊളി ചെടിയല്ലേ. താഴത്തെ മുറ്റത്ത് കണ്ടതിലും നല്ല അടിപൊളി ചെടിയായി ഇവിടെ കേട്ടോ. ഇപ്പം ഇത് നല്ലപോലെ ഇലയാകുന്ന സമയമാണെന്ന് തോന്നുന്നു കേട്ടോ. അല്ലേ, നല്ല രസമാണ്. ഇപ്പം പൂവാകുന്ന സമയം. കടും കളറാണ്. ഡാലിയുണ്ട്. ഡാലിയയുടെ പൂവൊക്കെ പോകാറായി. നീ എന്ത് പടം എടുത്തേടാ? പിന്നെ മൊത്തം ഫോട്ടോ എടുത്തേക്കാം. ഞങ്ങൾ ചെടി ഇതിന് ഫോട്ടോ എടുത്തങ്ങ് പോകുവാണെങ്കിൽ ചെടി അങ്ങ് പോരുമല്ലോ. ഇത് നമ്മുടെ ഫാമിനോട് തൊട്ടടുത്തുള്ള കൊച്ചേട്ടൻ്റെ വീടാണ് കേട്ടോ. കൊച്ചേട്ടൻ്റെ വീട്ടിലും ഇഷ്ടംപോലെ പച്ചക്കറികളൊക്കെ ഉണ്ട്. തക്കാളി, അതുപോലെ തന്നെ ക്യാബേജ്, അതുപോലെ ക്യാബേജൊക്കെ പല പല വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. പാവയ്ക്ക, ചേമ്പ്, ചേന, അതുപോലെ ഒത്തിരി സാധനങ്ങളുണ്ട്, കൃഷികൾ. ചീര, അതുപോലെ ഒരു മത്സ്യകൃഷിക്കുള്ള ഒരു കുളമുണ്ട്. അതുപോലെ തന്നെ തുളസിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മരം പോലത്തെ തുളസിയാണ് നിൽക്കുന്നത്. ഒരു 3-4 എണ്ണം. കുളത്തിനകത്തൊക്കെ ഇഷ്ടം പോലെ മീനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് ഇവിടെ. അത്യാവശ്യം വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം, പച്ചക്കറികളൊക്കെ ഇവിടെ ഉണ്ട്. നല്ല രീതിയിലെല്ലാം പരിപാലിക്കുന്നുണ്ട്. തുളസിയൊക്കെ നല്ല രസമാണ് കാണാൻ. നല്ല 3-4 തുളസി ഉള്ളതെല്ലാം നല്ല ഒരാൾ പൊക്കമുള്ള തുളസികളൊക്കെയാണ് നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇത്രയും വലിപ്പം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അമ്മ പേരയിലേ ഇഷ്ടം പോലെ പേരയ്ക്ക കിടപ്പുണ്ട്. നല്ല പേരയ്ക്ക, നാടൻ പേരയ്ക്ക വേണോ? പിന്നെ പേരയ്ക്ക വേണം. ഇതുണ്ട്, പഴുത്ത് കിടക്കുന്നുണ്ട്. ഒത്തിരി പഴുത്ത് പോയെന്ന് തോന്നുന്നോ? പഴുത്തതിന് നല്ല മണം വരുന്നുണ്ട്. ഈ പേരയില ഭയങ്കര ഗുണമാണെന്ന് പറയുന്നത്. ഈ പേരയില ഭയങ്കര ഗുണമാണെന്നാ പറയുന്നത്. പേരയിലൊക്കെ പൊടി വാങ്ങിക്കാൻ കിട്ടും. പൊടിയോ? ഉണക്കി പൊടിച്ചിട്ട്. നല്ല ഭയങ്കര പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നല്ല പേരയുണ്ടല്ലോ, നല്ല നല്ല പഴം കിടപ്പുണ്ട്. ഇത് കണ്ടോ, ഈ സാധനം കണ്ടോ? ഇതാണ് ഇവിടെ നമ്മൾ കുട്ടിത്തക്കാളി എന്ന് പറയും. കുട്ടിത്തക്കാളി ഇത് പറിച്ച് തോരൻ വെക്കാൻ നല്ല സുഖമാണ്. ഇതിന്റെ ഇല തോരൻ വെക്കാനും കൊള്ളാം. ഇതിന്റെ ഈ കായില്ലേ, ഇത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. ഇതിന് ഭയങ്കര ഗുണമാണെന്നാണ് പറയുന്നത് ഈ സാധനം. ഏതായാലും കയറി വന്നതുകൊണ്ട് ഇത്രയും പേരയ്ക്ക കിട്ടിയില്ലേ? ഞാൻ ആ വണ്ടിയെല്ലാം കൊണ്ട് കയറി പോകാൻ ഒരുങ്ങിയപ്പോൾ അതിനെ ഓർക്കുന്ന പേരയ്ക്ക ഉണ്ടല്ലോ. നല്ല അടിപൊളി പേരയ്ക്ക, നല്ല മധുരമുണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ പോയേക്കാന്നോ? എന്നാ പോയേക്കാം. എന്തിനാ അമ്മേ അത് പാത്രം നിറഞ്ഞിട്ട് വരുന്ന തേങ്ങ ഇറണ്ടുന്നേ? ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുകയാണ് കുട്ടി. ചമ്മന്തിപ്പൊടിയോ? ചമ്മന്തിപ്പൊടിക്ക് ഓർഡർ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് തേങ്ങ ചിരണ്ടുന്നു. അവിടെ ഒരു ബേസൻ ചിരണ്ടി വെച്ചേക്കുന്നു. എത്ര കിലോ വേണം? നാളെ 1 കിലോ വേണം. അതിനുള്ള ഇനി ഒരു 2
3 തേങ്ങയും കൂടി ചിരണ്ടണം. ആ ഞാനതിന്റെ വെള്ളമെല്ലാം കുടിക്കുന്നതേ ഉള്ളൂ. ഞാൻ കണ്ടായിരുന്നു നീ വലിയ കപ്പൊക്കെ എടുത്തോണ്ട് വെച്ചേക്കുന്നത്. ആ പിന്നെ എന്നൊക്കെയുണ്ട് വിശേഷം? അതെ വിശേഷം നല്ല തണുപ്പുണ്ട്. ആ വൈകുന്നേരം തണുത്ത കാറ്റും നല്ല തണുപ്പുണ്ട്. അതെ അതെ നല്ല തണുപ്പുണ്ട്. നമുക്ക് ഇത് മൊത്തം ചിരണ്ടി വറുത്ത്. ചിരണ്ടി കഴിഞ്ഞോ? ചിരണ്ടി കഴിഞ്ഞില്ല, എല്ലാം ചിരണ്ടി എടുക്കാല്ലേ? 3 എണ്ണം കൂടി ചിരണ്ടാനുണ്ട്. ചിരണ്ടി കഴിഞ്ഞിട്ട് വറുത്ത്. ഇതെന്നതാ കുഞ്ഞി, ജിമ്മിൽ പോയിട്ട് വന്ന ആൾ എന്തൊക്കെയോ കാര്യമായിട്ട് സാധനങ്ങളുമായിട്ടാണല്ലോ വന്നത്. മുട്ട, പിന്നെ ഞാൻ ഡയറ്റ് എടുക്കാൻ പോവാ. ചിക്കൻ, പിന്നെ പീനട്ട് ബട്ടർ, പിന്നെ കുറെ സാധനം ഉണ്ട്. ഡയറ്റ് എടുക്കാൻ പോവാന്നാ പറഞ്ഞേ. ഇത് എന്നെ ഇത്രയും ഫുഡൊക്കെ കഴിച്ചിട്ടാണോ ഡയറ്റ് എടുക്കുന്നത്? ഞാൻ വിചാരിച്ച ഡയറ്റ് എന്ന് പറഞ്ഞപ്പോ പട്ടിണി കിടക്കാൻ പോവാണെന്ന്. കുഞ്ഞിക്കിത് വറക്കാവോ? ഓ ഞാൻ മറക്കുന്നില്ല. അതിനാ? എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. അല്ല നല്ല തണുപ്പല്ലേ, ഇപ്പൊ അടുപ്പും കയറിക്കാം. ആ അതെ അതെ. അതിന് അല്ല ഇത് വറക്കണ്ടിന്നിട്ടൊന്നും അല്ല, കുഞ്ഞിക്ക് ചൂടടിക്ക് തണുപ്പൊക്കെ മാറുമല്ലോ എന്ന് ഓർത്തിട്ടാ. ആ മനസ്സിലായി മനസ്സിലായി. ഇതെന്നാക്കി ഇട്ടേക്കുന്നേ? നമ്മളെ കാണിച്ചിട്ടുള്ളതാണല്ലോ അല്ലേ നമ്മുടെ ചമ്മന്തിപ്പൊടി. ചമ്മന്തിപ്പൊടിക്ക് വേണ്ടിയിട്ട് തേങ്ങ, കറിവേപ്പില, വത്തലമുളക്, കുറച്ച് കുരുമുളകും കൂടെ ഇടണം അതിനകത്തോട്ട്. ഇഞ്ചി, 2 കഷ്ണം വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇത്ര സാധനമുണ്ട്. ഇതിനി ഇളക്കി 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 വറുത്തെടുക്കാം. ചമ്മന്തിപ്പൊടിക്കകത്ത് പല സാധനങ്ങളും ചേർക്കുന്നവരുണ്ട്. നിലക്കടല പൊടിച്ച് ചേർക്കുന്നവരുണ്ട്, പിന്നെ ഉഴുന്ന് ചേർക്കുന്നവരുണ്ട്, ചെറുപയർ വറുത്ത് ചേർക്കുന്നവരുണ്ട്. അപ്പം നമ്മുടെ ഈ സമ്മന്തി മുഴുവൻ പൊടിച്ചു തീർന്നു. ലാസ്റ്റ് ഇതും പൊടിച്ച് തീർത്തു. അങ്ങനെ നമ്മുടെ 12 മണിയായപ്പം രാത്രിയിലത്തെ പരിപാടി മുഴുവൻ തീർത്തു. 12 ആ നോണക്കല്ലേ? 12 മണിയായി. ക്ലോക്ക് ഇപ്പൊ സമയം കാണിക്കണോ? ക്ലോക്ക് തിരിച്ചു വെച്ചതായിരിക്കും. അല്ലല്ല, സമയം അത്രയായി. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.